Well, hi guys, how are you all today? So, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ്. അതായത് നമ്മൾ B1 B2 വിസയ്ക്ക് അല്ലെങ്കിൽ US ഏത് വിസയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ എസ്പെഷ്യലി B1 B2 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പറയുന്നത് വാട്ട് ഈസ് പർപ്പസ് ഓഫ് യുവർ വിസിറ്റ്. വൈ ഡു യു വാണ്ട് ടു വിസിറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ വൈ ആർ യു ഗോയിങ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വൈ ഡു യു വാണ്ട് ടു ഗോ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പർപ്പസിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെ മെഷർ ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളിലും ഒന്നാണ്. സോ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ വിസ ഇൻ്റർവ്യൂ സക്സസിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൗ ടു ഫോർമുലേറ്റ് എ ക്ലിയർ പർപ്പസ് ഫോർ യുവർ US ട്രാവൽ. അപ്പം നിങ്ങളുടെ US ട്രാവലിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ പർപ്പസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. B1 B2 വിസക്കാർക്ക് ഒരു കിടിലൻ അവസരമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. രണ്ട് മെയിൻ ഈവൻറ്റുകൾ ഈ അടുത്ത കാലത്ത് US നടക്കാൻ പോവുകയാണ്. സോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ മുഴുവൻ കാണുക, ഈവൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. സ്റ്റാർട്ട് യുവർ B1 B2 ആപ്ലിക്കേഷൻ ടുഡേ ഇറ്റ്സെൽഫ്. അപ്പം ഒരു പേർപ്പസ് ഓഫ് ട്രാവൽസ് ഷുഡ് ബി കണക്റ്റഡ് ടു യുവർ പ്രൊഫൈൽ. നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളിപ്പോൾ ഒരു എഞ്ചിനീയർ ആണോ, നിങ്ങളൊരു ഡോക്ടറാണോ, എപ്പാർട്ട് ഫ്രം ടൂറിസത്തിലൊഴികെ ഇപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിലാണോ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് അതിൻ്റെ ഒരു സോളിഡ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ടാവണം. നിങ്ങളൊരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ ഒരു ഫുഡ് ഫെസ്റ്റിവലിനോ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എക്സ്പോയ്ക്ക് പോകുന്നതാണ് കുറച്ചുകൂടെ ആപ്റ്റ്. എന്ന് വെച്ചാൽ ടൂറിസത്തിന് പോകാൻ പറ്റില്ലെന്നല്ല, പിന്നെ യു ആർ അപ്ലൈങ് ഫോർ എ B1 വിസ. അപ്പോൾ അതുപോലെ തന്നെ ഫോർ ടൂറിസ്റ്റ് വിസ ഓൾസോ ദർ ആർ സർട്ടൻ പാരാമീറ്റേഴ്സ്. ലൈക്ക് നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഭക്ഷണത്തോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഐ ആം എ ഫുഡി, I would like to attend this food festival. So, ഇതേപോലെ ഒരുപാട് ഫെസ്റ്റിവൽസ്, എക്സ്പോസ്, കൺവെൻഷൻസ്, ഫെയറുകൾ, ഈവൻറ്റ്സ്, എന്താ പറയുക, പിന്നെ മാച്ചസ്, ടൂർണമെൻറ്റ്സ്, അങ്ങനെ US അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഈവൻറ്റ്സുകളും ഫെയറുകളും കൺവെൻഷൻസും എല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൽ കുറേ എണ്ണത്തിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ഫ്രീയുമാണ്. 10 പൈസ കൊടുക്കാതെ നമുക്ക് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇൻവൈറ്റ് ഇമെയിലിൽ വരാനുള്ള ചാൻസസും ഉണ്ട്. സോ വെൻ യു ആർ അപ്ലൈയിങ് ഫോർ എ B1 വിസ, മേക്ക് യൂസ് ഓഫ് ദീസ് ഫെയർസ്, എക്സ്പോസ്. Some of these expos are paid, some of these conventions are paid. You need to buy ticket, but even if you buy the ticket, നിങ്ങൾ ടിക്കറ്റ് വാങ്ങിയാൽ കൂടെ അത് it's worth it. അപ്പോൾ ബിസിനസ് വിസ ആസ്പിരൻസ് B1 വിസ അപ്ലൈ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യുക. അതിന് പറ്റിയ ഒരു ഫെയറോ കൺവെൻഷനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഇൻവൈറ്റോ സംഘടിപ്പിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോയിക്കോളൂ. 100% ഗ്യാരണ്ടി, 100% നിങ്ങൾക്ക് വിസ കിട്ടും. ഇനി വരുന്നത് നമ്മൾ ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ, ഒന്ന് രണ്ടത് വ്യത്യാസമില്ലാത്തൊരു ടോപ്പിക്കാണ്. അങ്ങനെ US നടക്കുന്ന ഒരു 40ഓളം ഫെയറുകളുടെയും കൺവെൻഷൻസിൻ്റെയും ഒക്കെ ലിങ്ക്, ഈവൻറ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് US 2025 നടക്കാൻ പോകുന്ന ഈവൻറ്റുകൾ ഏതൊക്കെയാണെന്നും ആ ഈവൻറ്റിൻ്റെ എങ്ങനെ പങ്കെടുക്കാമെന്നും അതിൻ്റെ വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അതിന് കിട്ടും. സോ നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ആ ഈവൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യുക. സോ അതിൻ്റെ പ്രൂഫായിട്ട് ഇൻ്റർവ്യൂവിന് പോവുക. പിന്നെ B1 വിസയുടെ കാര്യം പറഞ്ഞിട്ട് B2 വിസക്കാർക്ക് വേണ്ടിയുള്ള 2 കിടിലൻ ഈവൻറ്റുകൾ ഈ വർഷം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നത് കേട്ടോ. അതായത് 40 വർഷമായിട്ട് നടക്കുന്ന ദ ടേസ്റ്റ് ഓഫ് ഷിക്കാഗോ എന്ന് പറയുന്ന ഫുഡ് ഫെസ്റ്റിവൽ ഈ സെപ്റ്റംബറിൽ US നടക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ പല ഭാഗത്തു നിന്നും US എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള വെൻഡേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഗ്രേറ്റ് ഫുഡ് ഫെസ്റ്റിവലാണ്. ഇത് എൻട്രി ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. യു ക്യാൻ രജിസ്റ്റർ ഇറ്റ് ഓൺലൈൻ. ടേസ്റ്റ് ഓഫ് ഷിക്കാഗോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വരുന്ന ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ അതിൻ്റെ ലിങ്കും വെച്ചേക്കാം. സോ ഇഫ് യു ആർ ട്രാവലിംഗ് ഫോർ ടൂറിസം പർപ്പസ്, B2 വിസയ്ക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഈവൻ ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ B1 B2 when your purpose is not known, you can mention
ടേസ്റ്റ് ഓഫ് ഷിക്കാഗോ. ടേസ്റ്റ് ഓഫ് ഷിക്കാഗോയിൽ രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി US പോകുമെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. Another one is, this is jackpot. This will not happen every year. Right? It will happen once in every 4 years, like you know, right? The Soccer World Cup, the FIFA 2026 World Cup is being hosted in United States and Canada and New Mexico. So 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഹോസ്റ്റ് ചെയ്യുന്ന US and കാനഡ എല്ലാം ചേർന്നിട്ടാണ്. സോ US-ൻ്റെ ഒരുമാതിരിപ്പെട്ട മെയിൻ വെന്യൂസ് ലൈക്ക് ഫ്ലോറിഡ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, സോ അങ്ങനെയുള്ള മെയിൻ മയാമി, സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാച്ചസ് നടക്കുന്നുണ്ട്. സോ ഈ മാച്ചസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താലും നഷ്ടമില്ല. അറൗണ്ട് ഒരു 40,000 അല്ലെങ്കിൽ 30,000 നിയർലി ആകും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഇനി ബുക്ക് ചെയ്തില്ലെങ്കിൽ കൂടി യു ക്യാൻ സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ റൈറ്റ് അവേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേർപ്പസ്, ഐ ആം ഗോയിങ് ടു വിസിറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു വാച്ച് ദ ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന് മാത്രം പറഞ്ഞാൽ യു ഹാവ് എ ക്ലിയർ പേർപ്പസ്. സോ B1 B2 വിസ അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയമാണ് ഈ വർഷം 2025. കാരണം ഒരുപാട് ഫെയറുകളും എസ്പെഷ്യലി ദ വേൾഡ് കപ്പ് ഇസ് ഹാപ്പനിങ്. സോ ഡോണ്ട് മിസ് യുവർ ചാൻസ്. സ്റ്റാർട്ട് ടുഡേ. If you need any assistance in filling the B1 B2 visa application, do contact me. Okay. Thank you so much for watching, guys. Again, wish you all a very good week. See you again with another video. Take care. Bye bye.